ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പകുതി പൈനാപ്പിളാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പൈനാപ്പിളിൻ്റെ തൊലി ചെത്തി മാറ്റണം കേട്ടോ. കണ്ടോ, ഇതേപോലെ വേണം കേട്ടോ പൈനാപ്പിളിൻ്റെ തൊലി ചെത്തി മാറ്റാനായിട്ട്. ഈ മുള്ളിൻ്റെ ഭാഗം താഴ്ത്തിക്ക് എടുത്ത് നിൽക്കണം. എന്നിട്ട് നമ്മൾ ചെത്തി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ തൊലി പൈനാപ്പിളിൽ നിന്ന് നമുക്ക് മുറിച്ച് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ തൊലിയും ചെത്തി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തൊലി മൊത്തം ചെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലത്തെ ഒരു സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. പൈനാപ്പിൾ അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിലത്തെ കൂണില്ലേ അത് അരിഞ്ഞ് മാറ്റി വയ്ക്കുക കേട്ടോ. കൂണ് നമ്മുടെ കറിയിലേക്ക് എടുക്കില്ല. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഇതേപോലെ ചെത്തി മാറ്റി വയ്ക്കാം. ഈ പൈനാപ്പിളിൻ്റെ കൂണ് ഭയങ്കര ടേസ്റ്റാണ്, എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് ഈ കൂണ് കഴിച്ച് കഴിഞ്ഞാൽ നാവിലത്തെ തൊലി പോകുന്നൊക്കെ. എനിക്കൊന്നും പോകാറില്ല. പിന്നെ എസ്പെഷ്യലി എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതേപോലെ 3-4 സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞെടുക്കുമ്പോൾ നല്ല പോലെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ എല്ലാം ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര ആണെങ്കിലും ശർക്കര ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വേവിക്കുന്ന ടൈമിൽ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പിഞ്ച്, ജസ്റ്റ് ഒരു കൈ കൊണ്ട് ഒരു പിഞ്ച് എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഈ പൈനാപ്പിൾ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് നോക്കാം. കുക്കറിലായതുകൊണ്ട് 4 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. പൈനാപ്പിൾ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർക്കാനുള്ള നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് നാളികേരം ചെരുകി വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. പച്ചടി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുക് ഇതേപോലെ അരച്ചെടുക്കണം. അങ്ങനെയാണ് ശരിക്കും പച്ചടി ഉണ്ടാക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കണമെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കാനായിട്ട് നോക്കാം. കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്ത് വരണം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം മൂറി വന്നിട്ടുള്ളതാണിത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിയെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇതിൽ തന്നെ വെള്ളം മൂറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്കൊക്കെ ഇതുപോലെ വെള്ളം ഉണ്ടാവാണ്ട് പരമാവധി തിക്കായിട്ട് വേണം കയറിയിരിക്കാനായിട്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ഈ ടൈമിൽ നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ഈ അരപ്പും പൈനാപ്പിളും യോജിച്ച് വരുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരപ്പും പൈനാപ്പിളും എല്ലാം നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ചെറിയൊരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ തൈര് ജസ്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ടീസ്പൂൺ കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും തൈരിൻ്റെ കട്ട് ചെയ്യണമെങ്കിൽ അത് ഉടച്ചെടുത്തതിന് ശേഷം വേണം കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. അതുപോലെ തന്നെ ആ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ മധുരം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ഒരു മധുരവും ഒക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് പച്ചടിയുടെ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൈനാപ്പിൾ ഇട്ടിട്ട് വേവിക്കുന്ന ടൈമിൽ എപ്പോഴും പഞ്ചസാര ആണെങ്കിലും ശർക്കര ആണെങ്കിലും അതിൻ്റെ ഒപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും പച്ചടി എന്ന് പറയുന്നത് മോരുകറി പോലെയൊന്നുമല്ല, എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. നമ്മളിതിലേക്ക് പച്ചടിയിൽ മെയിനായിട്ട് ചെയ്യുക നാളികേരത്തിൽ നമ്മൾ കടുക് ഇട്ട് അരയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മോരുകറിയിലൊക്കെ വറ്റൽമുളകും അതുപോലെ തന്നെ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒഴിക്കില്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ജസ്റ്റ് നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും മോരുകറി പോലെയല്ല പച്ചടി. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കാം. നമുക്ക് ഇത് പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ പൈനാപ്പിൾ പച്ചടിക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഓണക്കല്ലേ വരുന്ന ഓണത്തിനും അതുപോലെ തന്നെ സദ്യകൾക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.